ഇർഫാഖ് ഇൻഫോടെക് ആൻഡ് അൺബോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്നാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ക്രോമിൽ കയറിയിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് കേരള എന്നടിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ കാണാം, വോട്ടേഴ്സ് ലിസ്റ്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരള എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കയറുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് അടിക്കണം. നമ്മുടെ ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ജില്ല മലപ്പുറമാണ്, അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ലോക്കൽ ബോഡി അടിച്ചു കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നമ്മളത് എടക്കരയാണ്. അതിനുശേഷം ഏതാണ് വാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാർഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പോളിംഗ് സ്റ്റേഷൻ അടിച്ചു കൊടുക്കുക. നമ്മളത് 1 ഒന്നിൽ കണ്ടിട്ടില്ലെങ്കിൽ 2 അടിച്ചുകൊണ്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. നമ്മൾ മലയാളം സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ക്യാപ്ച ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെർച്ച് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ആ പോളിംഗ് സ്റ്റേഷനിലുള്ള മൊത്തം വോട്ടേഴ്സിൻ്റെ പേര് വിവരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ ഈ പേര് തപ്പുന്നതിന് പകരം നമ്മൾ ഇപ്പുറത്തുണ്ട് നമ്മളെ വീട്ടുപേരുണ്ടാവും. ആ വീട്ടുപേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിലുള്ള എല്ലാവരുടെയും ഒരുമിച്ചായതുകൊണ്ട് അടുപ്പിച്ച് വരും. ഇതിലിപ്പോൾ എൻ്റെതാണ് ഈ കാണുക, ഈ കല്ലൻ എന്ന് പറയുന്ന വീട്ടുപേരിലുള്ള ഈ 5-6 പേരുടെ വോട്ട് നമ്മളതാണ്. അപ്പോൾ നമ്മളെ വോട്ടുകളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടേത് തിരുത്തലുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് കണ്ടില്ലേ, അതിലെല്ലാ കാര്യങ്ങളും കാണിക്കും. നമ്മളെ ID കാർഡ് നമ്പർ കാര്യങ്ങളൊക്കെ കാണിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പുതിയൊരു വോട്ടറൊക്കെ ആണെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ എന്ന് പറഞ്ഞിട്ട് അടിയിലുണ്ടാവും. ഇവിടെ അടിയിൽ ഇവിടെ കാണാൻ കഴിയും കൂട്ടിച്ചേർക്കലുകൾ, പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ വാർഡിൽ അടിയിൽ കാണാൻ കഴിയും. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് തിരുത്തലുകളോ ഒഴിവാക്കലുകളോ ഇല്ല, കണ്ടില്ലേ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും. ഇതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ അത് കാണിക്കില്ല. ഇതുപോലെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും 1000 നന്ദി. താങ്ക്